ഹായ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോവലിൽ ഇത്തിരി വിളവെടുക്കാറൊക്കെ ഉണ്ടായിരുന്നു. അതും എടുത്ത് നമുക്ക് കുറച്ച് വളങ്ങളും ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ എന്ത് വളമാണ് കൊടുക്കുന്നതെന്നും എത്രത്തോളം വിളവ് കിട്ടിയിട്ടുണ്ടെന്നും ഒക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ അതാ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ നല്ല രീതിയിൽ ഇപ്പം പുല്ല് കിളുത്തിട്ടുണ്ടായിരുന്നു. എന്നാന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം 1-2 മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം മഴ പെയ്തപ്പോഴത്തേക്കും വീണ്ടും പുല്ലൊക്കെ ശക്തിയായിട്ട് അങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചുവട്ടിൽ നമ്മൾ ചെത്തുമ്പം അതിൻ്റെ തണ്ടിന് കൊള്ളുന്നത് കൊണ്ട് ചുവട്ടിലേതൊക്കെ ഞാൻ കൈകൊണ്ട് പറിച്ച് കളഞ്ഞിട്ട് ബാക്കി ചെത്തിയൊക്കെ വൃത്തിയാക്കി മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണം ബാക്കി ചുറ്റുപാടും ഒക്കെ ഒന്ന് വയക്കി ചെത്തി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് നമുക്ക് വളം ഇട്ട് കൊടുക്കാനുള്ള സ്ഥലം മാത്രം ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പം അങ്ങനെ ചെത്തിക്കളഞ്ഞിട്ട് മണ്ണൊക്കെ ഒന്ന് ഇളക്കി, അതായത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നട്ടെടുത്തുനിന്ന് തണ്ട് വെട്ടിയെടുത്തിട്ട് മാറ്റി നട്ടതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി വേരൊക്കെ പിടിച്ച് വരാൻ ഇത്തിരി താമസിച്ചു. അങ്ങനെ ഒന്ന് പടർന്ന് കയറാനൊക്കെ ആണെങ്കിലും മുന്നേ ആണെങ്കിലും ഞാൻ എല്ലാ സ്ഥലത്തു നിന്ന് നട്ടെടുത്തുനിന്ന് വെട്ടി വിടുന്നത് കൊണ്ടേ മുകളിലേക്ക് പെട്ടെന്ന് കിളിർത്ത് കയറുമായിരുന്നു. ഈ ഒരു കമ്പ് കണ്ടോ, കഴിഞ്ഞ ദിവസം എന്താണെന്നറിയില്ല എന്തോ വന്നിട്ട് കട്ട് ചെയ്തിട്ടു. അപ്പോൾ അതങ്ങനെ ആ തണ്ടങ്ങ് വാടിക്കരിഞ്ഞു പോയി. നല്ലൊരു തണ്ടായിരുന്നു. നമുക്ക് വളം ഇട്ട് കൊടുക്കാം അല്ലേ, എന്നിട്ട് നമുക്ക് വിളവും കാണിക്കാം. അപ്പം ഞാൻ വളം ഇട്ട് കൊടുക്കുന്നതിന് കൂടത്തിൽ ചേർക്കുന്നൊരു സംഭവമാണ് കേട്ടോ ഇത്. നിങ്ങളൊക്കെ ഇത് ഇട്ട് കൊടുക്കാറുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ നമ്മുടെ പുകയില്ലാത്ത അടുപ്പ്, അതിൽ ബായ്ക്കിൽ നിന്ന് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴേ കിട്ടുന്ന ഈ ഒരു കരി ഉണ്ടല്ലോ, ഈ കരി ഞാൻ കളയാതെ എടുത്ത് വെക്കും കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് എടുത്തതായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. എന്നാലും ആ കുറച്ചുള്ളത് എടുത്തിട്ട് നമുക്ക് കോവലിനിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. കോവലിനൊക്കെ ആയിട്ട് ഇത് മെയിനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ, നമ്മുടെ ഈ ഒരു കരിയെ. അപ്പോൾ ഇത് കണ്ടില്ല, ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം എടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത്രയും കൂടെ ഉണ്ടാവും. നല്ല മുരുമുരാന്നിരിക്കുന്നുണ്ടോ. ഇത് നമ്മൾ കയ്യിലിട്ടിട്ടേ ഇതുപോലെ ഒന്ന് ഞെരടി കഴിഞ്ഞാൽ നല്ല പൊടിയായി കിട്ടും കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിലിട്ട് വെച്ച് കുതിർന്ന് നല്ലതുപോലെ നമുക്ക് കലക്കി നേർപ്പിച്ചൊഴിച്ച് കൊടുക്കാം. ഇത് കണ്ടോ, ഇനി അതല്ല എങ്കിൽ ഇപ്പം എല്ലാ വീട്ടിലൊന്നും പുകയടുപ്പ് കാണണമെന്നില്ലല്ലോ. അപ്പം അല്ലാത്ത വിറകടുപ്പുള്ളവരൊക്കെയാണെങ്കിൽ ഇതുപോലെ കരി കാണുമല്ലോ, നമ്മൾ വിറക് കത്തിച്ചിട്ട് കിട്ടുന്ന കരി, അതും കളയണ്ടായിരുന്നു. നമ്മൾ പൊടിച്ചിട്ടേ നൈസായി പൊടിച്ചിട്ട് ഇതേപോലെ നമുക്ക് ഈ ചാണകപ്പൊടിയുടെ കൂട്ടത്തിൽ ചേർത്തിട്ട് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഒഴിച്ചും കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇത് രണ്ടും എടുത്തിട്ടുണ്ട്. ചാണകപ്പൊടി എടുത്തു, കുറച്ച് കരിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഞാൻ മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നൈട്രജനുമായി പൊട്ടാഷുമായി നമ്മുടെ ചെടികൾക്ക് പെട്ടെന്ന് പൂക്കാനും കായ്ക്കാനും ഒക്കെ ആവുകയും ചെയ്യും. അതുമാത്രമല്ല കേട്ടോ, നമ്മൾ ഈ കരി ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് നല്ല രീതിയിൽ വേര് പിടിക്കും. അപ്പം നമ്മൾ ഈ കോവലിൻ്റെ തണ്ടൊക്കെ നമ്മൾ മുറിച്ച് നടുന്ന സമയത്ത് ഇതേപോലെ ചാണകപ്പൊടിയും നമ്മളിനി എല്ലുപൊടിയൊക്കെ ഇട്ടിട്ടാണ് നടുന്നതെങ്കിൽ അത് കൊടുത്ത് ഇത്തിരി ഇതുപോലെ കരിയും കൂടെ ചേർത്ത് നട്ടാൽ പെട്ടെന്ന് വേര് പിടിക്കും. നല്ല രീതിയിൽ വേരോട്ടം ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ ചെയ്യും. അതുപോലെ തണുപ്പ് നിൽക്കാനും, അതായത് നല്ല രീതിയിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ തണുപ്പ് നിൽക്കാനും ഒക്കെ നല്ലതാണ് ഇതുപോലെ കരി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് അതിൻ്റെ ചുവട്ടിൽ നിന്നേ തണ്ടിൽ നിന്ന് കുറച്ച് നീക്കിയിട്ട് ഇതേപോലെ ചാണകപ്പൊടിയും പിന്നെ നമ്മുടെ കരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെ കോവലിന്. എന്നാൽ ചില കോവൽ നമുക്ക് കുറേ കാലം വിളവ് കിട്ടുന്നതാണല്ലോ. അപ്പം എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതായത് എല്ലുപൊടി പതുക്കെ നമ്മുടെ ചെടി പിടിച്ചെടുക്കുകയുള്ളൂ. അതുകൊണ്ട് എന്ന് വെച്ചാൽ എല്ലുപൊടി നല്ലതാണ്. കാരണം ഇത്തിരി നല്ല ദീർഘകാലം നമുക്ക് വിളവ് കിട്ടുന്ന പോലെയാണല്ലോ നമ്മുടെ കോവൽ. അതുകൊണ്ട് നമുക്ക് എല്ലുപൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഈ കരിയും ചാണകപ്പൊടി ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ നനച്ച് കൊടുക്കാൻ വേണം. നല്ല രീതിയിൽ മണ്ണും അതുപോലെ ചാണകപ്പൊടിയും കരിയും ഒക്കെ കൂടെ നല്ലതുപോലെ കുതിരുന്ന രീതിയിൽ നമ്മളൊന്ന് നനച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ കോവയ്ക്ക ഉണ്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള കോവയ്ക്കാണ്, നീളമുള്ള ടൈപ്പ് കോവയ്ക്ക. ഇതൊരു 3-4 ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു തോരനുള്ളതുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ മുകളിൽ ഇലയൊന്നും കാണുന്നില്ലല്ലോ, ആദ്യം കോവയ്ക്കായും കാണുന്നില്ലല്ലോ. കോവയ്ക്ക ഉണ്ട് കേട്ടോ, അത് കാണാഞ്ഞിട്ടാണ്. ഇലകളാണല്ലേ ഞാൻ ഒരുപാട് തിങ്ങി നിറഞ്ഞ ഇലകളുണ്ടാകുമ്പം അതിൻ്റെ ഇടയ്ക്ക് നിന്നൊക്കെ ഇലകൾ നുള്ളിക്കളയും കേട്ടോ. നിറച്ച ഇലകളുണ്ടാകുമ്പം കായ കുറവാണ്. അതുകൊണ്ട് ഞാൻ ഇലകളൊക്കെ ഇടയ്ക്കുന്നിടയ്ക്കുന്നേ നുള്ളിക്കളയും. മൂത്ത ഇലകളൊക്കെ നുള്ളിക്കളയും കേട്ടോ, അതുപോലെ പഴുത്ത ഇലകളും. അപ്പോൾ ഇതിന് മുന്നേ ഞാനിവിടെ പടവലം നട്ടതായതുകൊണ്ട് അതിൻ്റെ ഇലയും വള്ളിയൊക്കെ ഉണങ്ങി നിൽപ്പുണ്ട് കേട്ടോ, ഇതിൻ്റെ നെറ്റയിൽ. അതുകൊണ്ടാണ് ഈ ചില ഇലയൊക്കെ ഇങ്ങനെ ഉണങ്ങി കാണുന്നില്ല. ആ ഒരു പന്തലിലാണ് ഞാൻ വീണ്ടും കോവൽ നട്ട് കയറ്റി വിട്ടത്. അപ്പോൾ അത്യാവശ്യം കണ്ടോ, അതായത് ഷുഗറൊക്കെ ഉള്ളവരൊക്കെ ആണല്ലേ ഇതേപോലെ ഒരു തണ്ടെങ്കിലും ഒന്ന് നട്ട് പിടിപ്പിച്ച് നമുക്ക് ഡെയിലി ഓരോന്ന്, അതായത് ഇൻസുലിൻ എടുക്കുന്നവർക്ക് പോലും ഇൻസുലിൻ വരെ നിർത്തി വെക്കാവുന്ന പോലെ അത്രയ്ക്കും ഗുണമുള്ളതാണ് നമ്മുടെ ഈ കോവയ്ക്ക. ഡെയിലി നമ്മൾ കഴിക്കുകയാണെങ്കിൽ, അതുപോലെ നമ്മൾ തോരൻ വെച്ചോ മെഴുക്കുവരട്ടി വെച്ചോ കറി വെച്ചോ ഒക്കെ നമ്മൾ എന്നും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിലും അത്രയും നല്ലതല്ലേ. അതേപോലെ നമുക്കിനി ഇതുപോലെ നമുക്ക് ഇത്തിരി ഏറെയൊക്കെ കിട്ടുന്ന സമയത്തേ നമുക്കിത് ഉണക്കി വെക്കാം. കൊണ്ടാട്ടമായിട്ട് വെച്ചിട്ടേ മഴക്കാലത്തൊക്കെ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കത്തില്ലേ.
അപ്പോൾ അതാ ചെറിയ ചെറിയ വളപ്രയോഗത്തിൽ ഒരുപാട് വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് ചെറിയ ചെറിയ വളപ്രയോഗത്തിലൂടെ ഒറ്റയൊരു തണ്ട് നട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ, അതായത് ഓരോ പ്രാവശ്യവും നമ്മളങ്ങനെ തണ്ട് കോതി വിട്ടിട്ടേ അടുത്ത ആ ഒരു ചെടിയിൽ തന്നെ വീണ്ടും നമുക്ക് കിളിർപ്പിച്ച് കയറ്റി വിടുകയും ചെയ്യാം. അത്യാവശ്യം നല്ല രീതിയിൽ ഇതുപോലെ വിളവ് കിട്ടുകയും ചെയ്യും. അപ്പം മറ്റ് വളങ്ങളൊന്നും ഇല്ലെങ്കിലും ഇതുപോലെ എന്താണ് വിറകടുപ്പ് ഉപയോഗിക്കുന്നവരൊക്കെയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇതുപോലുള്ള കരിയും അതുപോലെ അത്യാവശ്യം ചാണകപ്പൊടിയോ അതൊക്കെ ഇട്ടിട്ടും പിന്നെ നമുക്ക് പച്ചച്ചാണകം കിട്ടാനുണ്ടെങ്കിൽ അത് കലക്കി ഒഴിക്കുകയും അങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഇതേപോലെ നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് വേണ്ട കോവയ്ക്കൊക്കെ നല്ല വലിപ്പമുള്ള കോവയ്ക്കല്ലേ, നീളവും ഉണ്ട് അതുപോലെ അത്യാവശ്യം വണ്ണവും ഉണ്ട്. അത് പറിച്ചെടുക്കാൻ തന്നെ എന്താ സുഖം എന്നറിയാമോ, അത്രയ്ക്ക് സന്തോഷമാണ്. വലിയ വലിയ പന്തലൊന്നും അല്ല, കാണുമ്പോൾ തോന്നും എന്താ കുഞ്ഞി പന്തൽ, ഇലയും കാണുന്നില്ല അതുപോലെ വിളവും കാണുന്നില്ല. പക്ഷെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ കായ, അതായത് പടർന്നു വരുന്നതേ ഉള്ളൂ. ഓരോ ഭാഗത്തേക്കും അതിൻ്റെ വള്ളികളൊക്കെ ഇങ്ങനെ പടർന്നു പോകുന്നുള്ളൂ. അപ്പോൾ ഈ പടർന്നതിനനുസരിച്ച് അത് തലഭാഗം ഒന്ന് നുള്ളി വിടുവാണെങ്കിൽ ഇഷ്ടംപോലെ എകരങ്ങളുണ്ടായിട്ട് അതിലെല്ലാം നിറച്ച് നല്ല രീതിയിൽ പൂവും കായും ഉണ്ടാകുകയും ചെയ്യും. അപ്പം നമ്മുടെ കോവൽ, അതായത് നല്ല രീതിയിൽ കായ്ക്കുന്നതും നല്ല രീതിയിൽ വലിപ്പമുള്ളതും അതുപോലെ നല്ല ഗുണങ്ങളുള്ളതുമായ നമ്മുടെ കോവയ്ക്ക് ഇന്ന് ഇത്രയും ഞാൻ വിളവെടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് നമ്മുടെ കോവയ്ക്കയുടെ വിളവെടുപ്പും വളപ്രയോഗവും? ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. ഓക്കേ.